കേരള ഹൈക്കോടതിയിലാണല്ലോ വരുന്നത്. പൊതു താൽപ്പര്യ ഹർജികൾ കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസിന് ഭ്രാന്തായി പുള്ളി ആ പെറ്റീഷൻ അപ്പം തന്നെ തള്ളിയെന്ന് മാത്രമല്ല, ഈ ഹർജിക്കാരനോട് 10,000 ഉറുപ്പ്യ ഖജനാവിൽ അടയ്ക്കാൻ പിഴ കൽപ്പിക്കുകയും ചെയ്തു. സംഗതി പുലിവലയില്ലേ. ഈ ഹർജിക്കാരൻ്റെ ഒരു വക്കീലുമാണ്, അദ്ദേഹം നേരെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി. സുപ്രീം കോടതി പറഞ്ഞു ഇത് അന്ധവിശ്വാസത്തെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ നമ്പർ ഇട്ടത് ശരിയല്ല, കേരള ഹൈക്കോടതി ഉടനെ തന്നെ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. സംഗതി ജോറായി. ഉടനെ തന്നെ ഹൈക്കോടതി പുനഃപരിശോധിച്ചു, ഈ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? 12/13 എന്ന നമ്പർ ഇട്ടോ? ഇല്ല. 12/14 എന്ന നമ്പറിന് എന്ത് സംഭവിച്ചു? അത് എന്ത് വെച്ചാൽ സുപ്രീം കോടതി അല്ല, നമ്മുടെ ഹൈക്കോടതി, ഹൈക്കോടതിയിലിരിക്കുന്ന ആളുകൾ വെറും വിഡ്ഢികളൊന്നുമല്ല, അവർ വളരെ നിസ്സാരമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു. ഹൈക്കോടതി പ്രവർത്തിക്കുന്നത് 1 മുതൽ 8 വരെ നിലകളിലാണ്. അത് ഫസ്റ്റ് ഫ്ലോർ തൊട്ട് 8th ഫ്ലോർ വരെ. ഓരോ ഫ്ലോറിലും ഏതാണ്ട് 4-5 കോടതികൾ വീതമുണ്ട്, കോർട്ട് ഹാളുകളുണ്ട്. അപ്പോൾ ഹൈക്കോടതി എന്താ വെച്ചാൽ ഈ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന കോടതിക്ക് 1A, 1B, 1C, 1D എന്ന് നമ്പർ ഇട്ടു. 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതിന് 2A, 2B, 2C, 2D, 2E എന്ന് നമ്പർ ഇട്ടു. അങ്ങനെ 8ാമത്തെ നില വരെ ഇങ്ങനെ 8A, 8B, 8C എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടു. അപ്പോൾ എന്ത് പറ്റി? 12 നിലയില്ലല്ലോ. അതൊരു 12 നിലയില്ലാത്തതുകൊണ്ട് ഇവർ 13ാം നിലയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. 13 എന്ന പേര് അല്ലെങ്കിൽ എന്ന നമ്പർ ഒരു കോടതി മുറിക്കും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയിലിരിക്കുന്ന ആളുകളൊക്കെ പുരോഗമനവാദികളും നവോത്ഥാനവാദികളൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല.